selling, eh? You got house? What? I want house for rent. I'm not hearing you. You say properly. How much? 400. Too much. You decrease the price. I want house soon for less money. Yeah. Leelama, you got my number? Okay, call me then. Bye. ഹോ, അങ്ങനെ എല്ലാം സെറ്റപ്പായി. ഇനി അച്ചായനും പിള്ളേരും കൂടെ ഒന്ന് വന്നാ മതിയായിരുന്നു. ആ അച്ചായ, ഇതാ ഞാൻ പറഞ്ഞ വീട്, നമ്മൾ റെന്റിനെടുത്ത വീടേ. ഓ, സായിപ്പിനോട് എന്തോരം വർത്തമാനം പറഞ്ഞിട്ടാ എനിക്ക് ഇത്രയും വില കുറച്ചൊരു വീട് കിട്ടിയതെന്ന് അച്ചായൻ അറിയാവോ? അതൊക്കെ പോട്ടെ, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സുഖമായിരുന്നോ? ഫ്ലൈറ്റേ കയറാൻ അച്ചായന് പേടിയൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? നീ ഒന്ന് പോടി. എനിക്കറിയാമല്ലേ അച്ചായനെ. എന്റെ ലീലാമേ, ആ കോപ്പിലെ വിമാനത്തിൽ 10-12 മണിക്കൂർ കയറിയിരുന്ന് ആ ബെൽറ്റോട് ഇട്ട് കഴിഞ്ഞിട്ടൊന്നും കക്കൂസി പോലും പോകാനൊത്തില്ല. പിന്നെ ഇതെന്നതാ ഈ പെട്ടിക്കകത്തൊക്കെ? ഞാൻ പറഞ്ഞ ചക്കയും മാങ്ങയൊക്കെ കൊണ്ടുവന്നോ? ഇതിന്റെ ഇടയിൽ അവക്ക് പച്ചമാങ്ങ തിന്നാഞ്ഞിട്ടാ. അങ്ങോട്ട് മാറി നിന്നിട്ട് 3 മാസം ആയതേ ഉള്ളൂ. ഒന്ന് പോ അച്ചായ. എടി, എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, അത് ചക്ക, ഇത് മാങ്ങ, വേണ്ട ആ കെട്ട് ഉണക്കപ്പ, ഇത് ഉണക്കമീൻ. എടി, പിന്നെ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോഴാ കസ്റ്റംസിലെ പോലീസുകാർ കുറച്ച് പട്ടിയായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ പട്ടിയാണ് നമ്മുടെ ഈ ഉണക്കമീൻ പാക്കറ്റിൻ്റെ പുറകെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു അത് വന്ന് അതിൻ്റെ മുകളിൽ മുള്ളി വെച്ചിട്ടുണ്ട്. നീ ആ മീനെടുത്ത് കളഞ്ഞേര്, നമുക്ക് ഉപയോഗിക്കണ്ട. അച്ചായൻ എന്നെ ഈ പറയുന്നേ? ഇവിടെ ഒരു ചെറിയ കഷണം ഉണക്കമീൻ ആ സിങ്ങിന്റെ കടയിൽ പൗണ്ട് എത്രയാന്ന് അച്ചായന്റെ വിചാരം? ഇതേ, ഞാൻ കഴുകിയൊക്കെ എടുത്ത് ശരിയാക്കിക്കോളാം. അച്ചായൻ അതോർത്ത് വിഷമിക്കണ്ട. എടി ലീലാമേ, അങ്ങനെ UK എത്തിച്ചേർന്നു. ഇനി എങ്ങനെയും നമുക്ക് പൈസ കുറച്ചുണ്ടാക്കണം. അതെ അച്ചായ, കുറച്ച് പൈസ ഉണ്ടാക്കണം. അതിനായിട്ടല്ലേ നമ്മൾ ഈ UK ഇങ്ങനെ കെട്ടിയെടുത്ത് വന്നത് തന്നെ. ഞാനൊരു ഓവർ ടൈമും കളയുന്നില്ല, എല്ലാ ഓവർ ടൈമും ചെയ്യുന്നുണ്ട്. പൈസ ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് നാട്ടിൽ കുറച്ച് സ്ഥലവും എന്നിട്ടൊരു വീടും ഒക്കെ വെക്കാൻ. ആ പള്ളിയുടെ അപ്പുറയുള്ള ആ 4 ഏക്കർ തെങ്ങുന്തോപ്പില്ലേ, അത് നമുക്ക് മേടിക്കണം. നല്ല സ്ഥലമാണ്. എന്നിട്ട് അവിടെ വലിയൊരു മാളിക വീടും പണിയണം. ജക്കൂസിയൊക്കെ വെച്ചിട്ടുള്ള മാളിക വീട്. മാളികയിൽ കക്കൂസ് വേണോടി? അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളതല്ലേ? കക്കൂസ് അല്ല ചായ, ജക്കൂസി. അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ശോശാമ്മയില്ല, ഞാൻ ഇന്നാൾ അച്ചായനോട് പറഞ്ഞേ, ആ ശോശാമ്മയും കെട്ടിയോൻ ജോസപ്പനും കൂടെ ഇവിടെ അച്ചായൻ കാണാൻ വരുന്നുണ്ടേ. അപ്പം ഞാൻ ഈ ജോസപ്പനോട് അച്ചായൻ ഒരു ജോലി ശരിയാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അച്ചായനും കൂടെ ജോലി ആയി കഴിഞ്ഞിട്ട് നമുക്ക് 2 പേർക്കും ആഴ്ചയിൽ 7 ദിവസവും അങ്ങ് ജോലിക്ക് പോയേക്കാം. പൈസ ഉണ്ടാക്കണ്ടേ? അച്ചായ, ഇതാ ജോസഫിയേട്ടൻ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഈ ജോസഫിയേട്ടനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ചായനൊരു ജോലിയൊക്കെ ശരിയാക്കി തരാൻ. ജോസഫേ, പണി കിട്ടാൻ എന്നാ മാർഗം? മാതജ, നേരത്തെ ആയിരുന്നെങ്കിൽ ഹേസിലൊരു കൈ നോക്കായിരുന്നു. അത് പക്ഷെ നമ്മുടെ മലയാളികൾ സുഷ്കാന്തി മൂത്ത് അടച്ചു പൂട്ടിച്ചു. ഇനിയൊരു രക്ഷയുണ്ടെന്ന് പറയുന്നത് റോയൽ മേല. അവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് നോക്കാം. അവിടെയും പെട്ടെന്ന് കൊടുക്കണം. നമ്മുടെ കുറേ ബിരുദന്മാർ അങ്ങോട്ട് ചാടിയിട്ടുണ്ട്. അത് നീ എന്ന് അടച്ചു പൂട്ടുന്നതിന് ദൈവത്തിന് മാത്രം അറിയാം. ശരിയാ, നമ്മുടെ ആൾക്കാരല്ലേ അവിടെ. ഇതൊക്കെ എന്നാ പൂട്ടിക്കുന്നതെന്ന് ആർക്കറിയാം? അച്ചായ, റോയൽ മേലി നമുക്ക് നാളെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കാം. പിന്നെ ജോസഫേ, എനിക്ക് എങ്ങനെയും കുറെ പൗണ്ട് ഉണ്ടാക്കണം. അതിനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ പൗണ്ട് അല്ലാതെ ഈ ജോലിക്കിടയിൽ ഇവിടെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ അല്ലാത്ത പണിയൊക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന്. അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്യാമോ? പിന്നെ താൻ ആദ്യം ചെയ്യേണ്ടത് ഒരു മിക്സറും 2 സ്പീക്കറും കുറെ ലൈറ്റും അങ്ങ് മേടിക്കുക. ഇവിടെ നമ്മുടെ സിമെന്റ്സ് ഒക്കെ അങ്ങനെ ഇല്ലേ? ഓഹോ, സിമെന്റ്സ് ഒക്കെ അങ്ങനെയാണോ ചെയ്യുന്നത്? പിന്നെ സൗണ്ട് സിസ്റ്റം ഒക്കെ അതങ്ങോട്ട് തിരിച്ചാ പോരെ? അങ്ങോട്ട് ഈ കേബിളെല്ലാം കുത്തി വെച്ചിട്ട് ആ കട്ടയെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാ പോരെ? അല്ല, താളം പിടിക്കാതെ. പിന്നെ ഞാൻ അങ്ങനെ കൊട്ടിയിട്ടില്ല. പിന്നെ ഈ മേശപ്പുറത്തൊക്കെ താളം പിടിക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാട്ടിൽ നിന്ന് 2 ചെണ്ട വരുത്തിക്കും. ഇവിടെ നമ്മുടെ ജോണിയൊക്കെ അങ്ങനെ ഇല്ലേ? ഓഹോ, ജോണിയൊക്കെ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നുണ്ടോ?
ഒരു ഷോയ്ക്ക് 300-400 പൗണ്ടല്ലേ മേടിച്ചെടുക്കുന്നേ. പണ്ട് കപ്പക്കോല് കൊണ്ട് പാട്ടൊക്കെ അടിച്ചു നടന്ന പിള്ളേരല്ലേ, അപ്പം എന്താണ് ചെണ്ട കൊട്ടുന്നു. അല്ലെങ്കിൽ ഇതിലൊക്കെ നല്ലൊരു മാർഗമുണ്ട്. എനിക്ക് കുക്കിംഗ് അറിയാം. ചോറും കട്ടൻ കാപ്പിയൊക്കെ ഇടും. മതി. ഈ ചോറുണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറേ നട്ട്സും ഗ്രാമ്പും ഏലക്കയും ഉള്ളിയും സവാളയൊക്കെ അരിഞ്ഞിട്ട ബിരിയാണി ആയില്ലേ? അതിൻ്റെ അകത്തോട്ട് വെറുതെ നട്ട്സും ഒക്കെ ഇട്ടാൽ മതി. ഇവിടെ നമ്മുടെ ജിജിയും കേബിളും ടോർച്ചും ഇതൊക്കെ അല്ലേ ചെയ്യുന്നത്. എന്നാ ആകാശ ഇപ്പം ഏതാണ്ട് കട തുടങ്ങാൻ പോവുക. അതച്ചായന് കുഴപ്പം കാണത്തില്ല കേട്ടോ. കുക്കിങ്ങിന് ഞാനും കൂടെ അച്ചായ. 7 നൈറ്റ് അല്ലേ ചെയ്യുന്നുള്ളൂ, ബാക്കി ഡേ ടൈം ഒക്കെ ഫ്രീ അല്ലേ. എന്നാൽ പിന്നെ ശരി, നാളെ കാണാം. ഹലോ, എല്ലാവർക്കും സ്നേഹപുരം യൂറോപ്പിലേക്ക് സ്വാഗതം. നമുക്ക് ഇനി അടുത്തതായിട്ട് ഈ ഫാമിലിയെ പരിചയപ്പെടാം. എന്താ അങ്കിളിൻ്റെ പേര്? എൻ്റെ പേര് വലിയ വീട്ടിൽ ശ്രീ ജോൺ മാത്യു. ലീല മാത്യു. മറിയ മാത്യു. ജോൺ മാത്യു. നാട്ടിലെവിടെയാ? നാട്ടിൽ കടുന്തുരുത്തിയാണ് എൻ്റെ സ്ഥലം. ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? ഞങ്ങളിവിടെ വന്നിട്ട് ഒരു 5-8 വർഷമായി. പിന്നെ ബ്രിട്ടീഷ് പാസ്പോർട്ടും സിറ്റിസൺഷിപ്പും ഒക്കെ ഞങ്ങൾക്ക് കിട്ടി എല്ലാവർക്കും. സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോൾ സംസാരിക്കുന്നത് ഒരു ബ്രിട്ടീഷുകാരനോടാണ്. UK വരുന്നതിന് മുമ്പേ എവിടെയായിരുന്നു? UK വരുന്നതിന് മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നാട്ടിൽ അങ്കിൾ എന്നാ ചെയ്യുമായിരുന്നു? നാട്ടിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ബിസിനസ് ആയിരുന്നു. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒക്കെ ബിസിനസ്സേ. ഓ, ഫ്ലാറ്റ് ആണോ ലാൻഡ് ആണോ സെല് ചെയ്യുന്നത്? അല്ലല്ല, ഫ്ലാറ്റും ലാൻഡും ഒന്നും നമ്മൾ കൊടുക്കാറില്ലായിരുന്നു. ഈ ഞങ്ങളുടെ ഈ കടുത്തുരുത്തി ജംഗ്ഷനിലോട്ട് ഈ ഫ്ലാറ്റും ലാൻഡും ഒക്കെ വാങ്ങിക്കാൻ വരുന്ന ക്ലയൻസും ഉണ്ടല്ലോ, അവരുമായിട്ടായിരുന്നു നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന ക്ലയൻസിനെ ഈ കടുത്തുരുത്തി ജംഗ്ഷനിൽ നിന്ന് ഞാൻ എൻ്റെ ഓട്ടോയിൽ കയറ്റി ആണ് ഈ ബിൽഡറിൻ്റെ ഓഫീസിലോട്ട് കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നേ. അങ്കിളുടെ ഹോബീസ് ഒക്കെ? എൻ്റെ ഹോബി എന്ന് പറഞ്ഞാൽ ഞാൻ TV വാച്ച് ചെയ്യാറുണ്ട്. ഒരു ബോളിൻ്റെ പുറകെ ഒരു 10-12 പിള്ളേർ ഓടുന്ന കാണാമല്ലോ, എന്താ ഫുട്ബോൾ കളി. അതെ, ഞാൻ അത് വാച്ച് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ടൂറിന് പോകും. പിന്നെ പ്രധാന ഹോബി എന്താണെന്ന് പറഞ്ഞാൽ ഗോൾഫ് റേഞ്ചിൽ ഗോൾഫ് കളിക്കാൻ പോകും. അയ്യടാ, ഒരു ഗോൾഫ് കളിക്കാരൻ. നിങ്ങൾക്ക് നാടൻ പന്തേല് ശരിക്കും കളിക്കാൻ അറിയാമോ മനുഷ്യ? ഇനി ആന്റി പറയൂ, നിങ്ങൾ എവിടേക്കൊക്കെയാ പോയിട്ടുള്ള ഇവിടെ വന്നിട്ട്? ഞങ്ങള് സൗത്ത് മീഡ്, ഫിഷ് പോൺസ്, സെയിന്റ് ജോർജ് ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇന്നാള് പോയ വെസ്റ്റ് ബെറിയോൺ ട്രിം. നല്ല രസമായിരുന്നു കേട്ടോ അവിടെയൊക്കെ. ആന്റി എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാൻ BRIയിലാണ്. അവിടെ കാർഡിയാക് ഡിവിഷന്റെ റിസർച്ച് ടീമിലാണ്. പാട്ട് പാടാൻ അറിയാമോ? കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് ഓ പുലരിയിലെ പനിമഴയിൽ 17 അഴകാണ്. മിഴിക്കുമഴക് ഓ മുഴിക്കുമഴക് ഓ പുലരിയിലെ പരിമഴയിൽ 17 അഴകാണ്. നല്ല അടിപൊളി പാട്ടായിരുന്നു ഈ ഫാമിലിയുടെ. ഇനി നാട്ടിലുള്ളവർക്ക് വേണ്ടി നിങ്ങളൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഞങ്ങളുടെ റിലേറ്റീവ്സ് എല്ലാം UK-ലും US-ലും ഒക്കെയാണ്. പിന്നെ നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കായിട്ട് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യും.